ബൈസൺ കാലമാടൻ നമ്മുടെ നമ്മുടെ ധ്രുവ് വിക്രത്തിന്റെ പടം. സോ നമ്മുടെ ധ്രുവ് വിക്രം എന്ന് പറയാൻ കാരണമുണ്ട്. ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഹിസ് ഡാഡ്. ചിയാൻ വിക്രത്തിന്റെ ഡൈ ഹാർഡ് ഫാൻ ആണ് ഞാൻ. ഈ ചോട്ടാ മുംബൈ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ ചിയാൻ വിക്രത്തിനെ ആരാധിച്ച് കുറച്ച് ആരാധന മകനിലോട്ടും പോയി. തെറ്റാണോ? ഒരു തെറ്റുമല്ല. തമിഴ് ഫിലിം ഇൻഡസ്ട്രി പറയുമ്പോൾ ചിലർക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് തളപതി വിജയ്, ചിലവർക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് തല അജിത്, ചിലവർക്ക് നടിപ്പിൻ നായകൻ സൂര്യ. ടു മീ പേഴ്സണലി ഇറ്റ്സ് ഓൾ അബൌട്ട് ചിയാൻ വിക്രം. അങ്ങേര് കഴിഞ്ഞിട്ടേ എനിക്ക് ആരുള്ളൂ. ആൻഡ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ, കമൽഹാസൻ, മമ്മൂട്ടി, ചിയാൻ വിക്രം. ഇതിനെ പറ്റിയിട്ട് പലർക്കും പല ഡൗട്ട് ഉണ്ടാവും, പലർക്കും പല എതിർപ്പ് ഉണ്ടാവും. വി ക്യാൻ ഈവൻ ഡിബേറ്റ് ഫോർ അവേഴ്സ്, ഡേയ്സ്, വീക്സ്, മന്ത്സ്, ഇയേഴ്സ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദാറ്റ്സ് ദ നേക്കഡ് ട്രൂത്ത്. അതാണ് പച്ചയായ സത്യം. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ചിയാൻ വിക്രം. ധ്രുവ് ക്യാൻ വെയിറ്റ്. വിക്രത്തിനെ പറ്റി കുറച്ചു സംസാരിക്കാം. സോ ആ മനുഷ്യനുണ്ടല്ലോ, ഒരു പടത്തിന് വേണ്ടിയിട്ട് ആളുടെ 100 അല്ല 1000% കൊടുക്കും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ റിമെയിൻസ് അൺഅപ്രീഷിയേറ്റഡ്. അത് തന്നെ പറയാനുള്ളൂ. ആൾക്ക് വേണ്ട ഒരു പ്രോപ്പർ അപ്രീസിയേഷൻ പോലും കിട്ടില്ല. അതിനുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ആള് തങ്കലാൻ സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. തങ്കലാൻ സിനിമയെ പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ചിയാൻ വിക്രത്തിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ട് ഒരാൾക്കും സംശയം ഉണ്ടാവില്ല. അത്രയും കിടുവായിട്ടാണ് അങ്ങേര് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ അപ്രീസിയേഷൻ എവിടെ അങ്ങേർക്ക് കിട്ടിയിരിക്കുന്നത്? വീരധീര സൂരന്റെ മറ്റേ റിലീസിന്റെ ഭാഗമായിട്ട് ജി നീലകണ്ഠന്റെ ഒരു ഇന്റർവ്യൂവിന് ആള് പോയിണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ആള് പറയണ്ടായി എന്നോ സാർ എന്ന പെർഫോമൻസ് സാർ പൊന്നിയൻ സെൽവനില് കിടു പെർഫോമൻസ് തന്നെയായിരുന്നു. അതിനൊന്നും ഒരു സംശയമില്ല. വാട്ട് അബൌട്ട് തങ്കലാൻ? പൊന്നിയൻ സെൽവന്റെ റോള് ദാറ്റ് വാസ് ടഫ് ആക്ച്വലി. ആദിത്യ കരികാലൻ ആ ക്യാരക്ടർ ഭയങ്കര ടഫ് തന്നെയായിരുന്നു. തങ്കലാനിലെ ആ ഒരു ക്യാരക്ടർ ചിയാൻ വിക്രം അല്ലാതെ ഏതെങ്കിലും ഒരു നടൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത്രയും കിടുവായിട്ടാണ് അങ്ങേര് പണി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് അപ്രീസിയേഷൻ ആണ് അങ്ങേർക്ക് കിട്ടിയിട്ടുള്ളത്? ഈവൻ റീസെന്റ് ആയിട്ട് കുറെ അവാർഡ് സെറിമണി ഉണ്ട്, സൈമ ഗൊയ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ഏതൊക്കെ സിനിമയ്ക്ക് അവാർഡ് കൊടുത്തു, ഏതൊക്കെ സിനിമയിലെ പെർഫോമൻസിന് അവാർഡ് കൊടുത്തു. തങ്കലനെ നെഗ്ലക്ട് ചെയ്തു. തങ്കലനിലെ വിക്രത്തിന്റെ പെർഫോമൻസിനെ നെഗ്ലക്ട് ചെയ്തു. അതിന് കൊടുത്തിട്ടേ വേറെ ഏത് സിനിമയ്ക്കും കൊടുക്കാൻ പാടുള്ളൂ. ആ ഒരു ആക്ടറിന് കൊടുത്തിട്ടേ വേറൊരു ആക്ടർ കൊടുക്കാൻ പാടുള്ളൂ. അജാതിപ്പെട്ട പെർഫോമൻസ് ആയിരുന്നു. മലയാളത്തിൽ ആട് ജീവിതത്തിന് പൃഥ്വിരാജിന്റെ പെർഫോമൻസിന് ഒരു പീക്ക് ലെവൽ ഉണ്ട്. അതേപോലെയാണ് തമിഴില് തങ്കലാനില് വിക്രത്തിന്റെ പെർഫോമൻസ്. ഒരു അപ്രീസിയേഷൻ ആ മനുഷ്യന് കിട്ടുന്നില്ല. ഇവൻ കോബ്ര സിനിമ തല്ലിപ്പൊളി പടം തന്നെയായിരുന്നു. പക്ഷെ അതില് സെക്കൻഡ് ഹാഫില് ഒരു ഇന്ററോഗേഷൻ സീനിൽ ഇങ്ങനെ ഹാലൂസിനേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ